സർ, സംസ്ഥാനത്തിനുള്ളിൽ കേരളം സ്വീകരിച്ചു പോരുന്ന ഫെഡറൽ തത്വങ്ങൾ കേന്ദ്രത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്ന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയാണ്. സംസ്ഥാനത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഭരണസമിതികൾ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. സർ, പുതിയ ഭരണസമിതികളെ സംസ്ഥാന സർക്കാർ അഭിവാദ്യം ചെയ്യുന്നത് വിവിധ ഫണ്ടുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശുപാർശകൾ കൃത്യമായി നടക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. പ്രാദേശിക സർക്കാരുകൾക്കുള്ളിൽ ഫണ്ട് വിതരണത്തിൽ കേരളം രാഷ്ട്രീയ പരിഗണന നോക്കാറില്ല. ജനകീയാസൂത്രണം തുടങ്ങിയപ്പോൾ ആരംഭിച്ച ഈ കീഴ്വഴക്കം UDF ഭരിക്കുമ്പോഴും ലംഘിച്ചിട്ടില്ല. വസ്തുനിഷ്ഠമായ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് ഫണ്ട് വിതരണം നടക്കുന്നത്. കേരളത്തിൻ്റെ ഈ മാതൃക കേന്ദ്ര സംസ്ഥാന ധനബന്ധങ്ങളിലും പകർത്താവുന്നതാണ്. സർ, കൃത്യമായ ഇടവേളകളിൽ സംസ്ഥാന ധനകമ്മീഷനെ നിയമിക്കുകയും ശുപാർശകൾ പൊതുവിൽ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൻ്റെ കീഴ്വഴക്കം. ഏഴാം ധനകാര്യ കമ്മീഷൻ്റെ 2026-27 ശുപാർശകൾ ലഭിച്ചിട്ടുണ്ട്. ധനവിന്യാസം സംബന്ധിച്ച ശുപാർശകൾ സർക്കാർ ഏതാണ്ട് പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. ഭരണ നടപടികൾ സംബന്ധിച്ച ശുപാർശകൾ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളായി കൂടിയാലോചിച്ച് നടപടിക്രമങ്ങൾ നിശ്ചയിച്ച് നടപ്പിലാക്കും. ധനകമ്മീഷൻ്റെ ശുപാർശകളും നടപടി റിപ്പോർട്ടുകളും സഭയുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. സർ, അതിവേഗ നഗരവൽക്കരണം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അർബൻ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. കമ്മീഷൻ്റെ റിപ്പോർട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചർച്ചകളും പരിഗണിച്ച് പുതിയ നഗരനയം രൂപപ്പെടുത്തി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. സർ, 2026-27 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ജനറൽ പർപ്പസ് ഫണ്ട്, മെയിൻ്റനൻസ് ഫണ്ട് എന്നിവ യഥാക്രമം 3236.76 കോടി രൂപയും 4315.69 കോടി രൂപയുമായി ഉയർത്തുന്നു. ഇത് മുൻവർഷത്തെ അപേക്ഷിച്ച് 786.96 കോടി രൂപ അധികമാണ്. സർ, 2026-27 സംസ്ഥാന പദ്ധതി വിഹിതത്തിൻ്റെ 28.5% വരുന്ന 10,189 കോടി രൂപ പ്രാദേശിക സർക്കാരുകൾക്കുള്ള വികസന ഫണ്ടായി നീക്കിവെക്കുന്നു. ഇതിലൂടെ വികസന ഫണ്ട് 9,000 കോടി രൂപയിൽ നിന്നും 10,189 കോടി രൂപയായി വർദ്ധിക്കും. സർ, അതായത് 1,080 കോടി രൂപയുടെ 11.96% വർധനവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നതിൽ വകയിരുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ കേരള ഖരമാലിന്യ സംസ്കരണ പരിപാടി പ്രകാരം നഗര തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ULB ഗ്രാൻറ്റായി 160 കോടി രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 45 കോടി രൂപയുടെ വർധനമാണിത്. സർ, GST നടപ്പിലാക്കിയതോടുകൂടി സ്വന്തമായി നികുതി ഏർപ്പെടുത്താനും തനത് വരുമാനം സൃഷ്ടിക്കാനുമുള്ള സംസ്ഥാന സർക്കാരുകളുടെ അധികാരം പരിമിതപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വായ്പ എടുക്കുന്നതിനും പ്രാദേശിക സർക്കാരുകൾക്ക് വലിയ സാധ്യതയുണ്ട്. ഇതിൽ പ്രാദേശിക ഗവൺമെൻറ്റുകളെ ശാക്തീകരിക്കാൻ ലോക്കൽ ഗവൺമെൻറ് ബോർഡ് ഓഫ് ഫൈനാൻസ് രൂപീകരിക്കുന്നതിനുള്ള നിർദ്ദേശം തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. സർ, നിരക്കുകൾ വർദ്ധിപ്പിക്കാതെ തന്നെ സ്ഥിതിവിവര കണക്കുകൾ ശാസ്ത്രീയമാക്കിയും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചും നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കും. സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കുന്ന തദ്ദേശ സർക്കാരുകൾക്ക് പ്രോത്സാഹനമായി കൂടുതൽ സംസ്ഥാന വിഹിതം നൽകും. സർ, തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനങ്ങൾക്ക് പൊതുവെ ഉപകരിക്കുന്ന ആദായകരമായ വലിയ പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാൻ മുനിസിപ്പൽ ബോണ്ടുകൾ പുറപ്പെടുവിക്കാൻ മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും അനുവദിക്കും. അവർക്ക് അതിനാവശ്യമായ സാങ്കേതിക സഹായം നൽകും. ഇതേ ലക്ഷ്യം മുൻനിർത്തി വായ്പ എടുക്കാൻ നിശ്ചിത മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഗ്രാമപഞ്ചായത്തുകളെയും അനുവദിക്കും. സർ, കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിക്കുന്ന കാര്യത്തിൽ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ പുറകിലാണ്. CSR ഫണ്ടിൻ്റെ കാര്യത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാനും ബോർഡ് ഓഫ് ഫിനാൻസ് മുൻകൈ എടുക്കും. സർ, കേരള സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പരിഗണിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ധനവിന്യാസത്തിൽ മാറ്റം വരുത്തും. നഗരവൽക്കരണവും മുതിർന്ന പൗരന്മാരുടെ അനുവാദവും മാനദണ്ഡങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും. കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും പുറത്ത് ഗ്രാമപ്രദേശങ്ങളിൽ നടക്കുന്ന നഗരവൽക്കരണവും വിഭവ വിതരണത്തിൽ പരിഗണിക്കും. സർ, പ്രാദേശിക സർക്കാരുകളുടെ വികസന പ്രൊജക്റ്റുകളുടെ അറിവുള്ളടക്കവും സാങ്കേതികവും ഉറപ്പുവരുത്താൻ ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുടെ പ്രാദേശിക സർക്കാരുകളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തും. ഇതിനായി ജില്ലാ ആസൂത്രണ സമിതികൾക്ക് പ്രതിവർഷം 10 കോടി രൂപ വീതം വകയിരുത്തുന്നു. സർ, പട്ടികവർഗ വിഭാഗങ്ങളിൽ താരതമ്യേന കൂടുതൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് ജനസംഖ്യാനുപാതികമായി ജില്ലാ പഞ്ചായത്ത് തലത്തിൽ പ്രത്യേക വികസന ഫണ്ട് അനുവദിക്കും. സർ, പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ജനപ്രതിനിധികളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഫിനാൻസ് കമ്മീഷൻ ശുപാർശ തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. മെമ്പർമാരുടെയും കൗൺസിലർമാരുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്മാരുടെയും പ്രധാന ഭാരവാഹികളുടെയും ഓണറേറിയം വർദ്ധിപ്പിച്ച നിരക്കിൽ 2026 ഏപ്രിൽ മാസം മുതൽ നിലവിൽ വരുന്നതിനുള്ള നടപടി സ്വീകരിക്കും.